ഭൂമിയിൽ 1000 പേര് ജനിക്കുമ്പോഴാണ് അതിൽ ഒരു ഗായകനോ ഗായികയോ ജനിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് അൽക്കോർ മീഡിയ സ്കൂളിൻ്റെ മെയ്ഡ് ദ ആർട്ടിസ്റ്റ് പ്രോഗ്രാമിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് അത്തരത്തിൽ അനുഗ്രഹീതയായ ഒരു ഗായികയാണ്. 4 പെൺമക്കൾ, അതിൽ ഏറ്റവും ഇളയവൾ. അവളുടെ ഗാനം ലോകത്ത് സംഗീത ആസ്വാദകർ എവിടെയൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ ഹൃദയം കീഴടക്കിയ ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം മിനിയെ. സ്നേഹസ്വാഗതം. താങ്ക് യു ചേട്ടാ. എപ്പോഴും ഏതൊരു കലാകാരനും അവൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്നെപ്പോഴും പറയാറുണ്ട്. അല്ലെങ്കിൽ അവർ കാലം കഴിഞ്ഞു പോകുമ്പോഴാണെങ്കിൽ അവരുടെ ഒരു അടയാള മുദ്ര അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ മിൻമിനി എന്ന ഗായികയുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട്. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. 2 ഓസ്കാറുകൾ ഇരു കൈകളും നീട്ടി ഏറ്റുവാങ്ങിയ എ ആർ റഹ്മാൻ്റെ ചിന്ന ചിന്ന ആശൈ എന്ന ആ ഗാനത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ എന്നും ജീവിക്കുന്ന മിൻമിനിയുടെ ആ ഗാനം കേട്ടുകൊണ്ട് നമുക്ക് ഈ മുഖാമുഖം ആരംഭിക്കാം. சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை, வெண்ணிலவு தொட்டு முத்தமிட ஆசை, என்னை இந்த பூமி சுற்றி வர ஆசை, ചിന്ന ചിന്ന ആസൈ. ഓക്കെ. ഇത് തമിഴിൽ മാത്രമല്ല, ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ അല്ലേ ഈ മലയാളത്തില് ചിത്ര ചേച്ചിയാണ് പാടിയതല്ല. ഓക്കെ ഓക്കെ ഓക്കെ. തമിഴ്, തെലുങ്ക്, ഹിന്ദി. തമിഴ്, തെലുങ്ക്, ഹിന്ദി അത് മോള് തന്നെയാണ് പാടിയത്. ഓക്കെ. അത് ഈ പറഞ്ഞ പോലെ ഞാനും ഒരു ആലുവക്കാരനാണ്. ഈ ആലുവയുടെ കീഴ്മാട് എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ നിന്നാണ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ലോകം മുഴുവൻ ഈ ശബ്ദം എത്തിയത്. അതൊരിക്കൽ റഹ്മാൻ സാറ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയണ്ടേ, ഏതോ ഒരു വിദേശ രാജ്യത്ത് അദ്ദേഹം ഇങ്ങനെ വെറുതെ അദ്ദേഹത്തിനൊന്നും തിരിച്ചറിയാത്ത ആ നാട്ടിലൂടെ വെറുതെ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ അവരിടത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അർത്ഥമോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. എങ്കിലും ആ സംഗീതത്തിന് ഈ ഭാഷയില്ലല്ലോ. അത് അദ്ദേഹത്തെ ഇങ്ങനെ പിന്നെ ആളാണ് അവിടെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഒരു വലിയൊരു ആൾക്കൂട്ടം അവിടെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഞാൻ നമ്മുടെ ഈ മുഖാമുഖം നമ്മുടെ സംസാരം തുടങ്ങുന്നത് PJ റോസ്ലി എന്ന് സ്കൂളിൻ്റെ രേഖകളിൽ അടയാളപ്പെടുത്തിയ ഒരു കൊച്ചു കലാകാരി ആലുവ സെൻറ്റ് ഫ്രാൻസിസ് സ്കൂളിൽ ഗേൾസ് ഹൈസ്കൂളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആ സ്കൂൾ കാലഘട്ടം ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുമോ? കാരണം അവിടുത്തെ ടീച്ചേഴ്സ് നമ്മളിലുള്ള കലാകാരിയെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ചില സിസ്റ്റേഴ്സ് അതുപോലെ അധ്യാപകരൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ കൂട്ടുകാരികൾ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആരുടെയെങ്കിലൊക്കെ മുഖങ്ങൾ, പേരുകളൊക്കെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ ആ സ്കൂൾ കാലഘട്ടം, അതുപോലെ സ്കൂൾ കലോത്സവങ്ങൾ, ഇതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കാം. സെൻറ്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിൽ ഞാൻ 5ാം ക്ലാസ് മുതലാണ് പഠിക്കാൻ തുടങ്ങിയത്. അതിനു മുൻപ് ഞാൻ പഠിച്ചിരുന്ന സ്ഥലം 1 മുതൽ 4 വരെ പഠിച്ചത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കീഴ്മാട് ഗവൺമെൻറ് LP സ്കൂളിൽ. ശരി. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സും അവിടുത്തെ കുട്ടികളും കീഴ്മാട് എന്ന ആ കുഞ്ഞു ഗ്രാമത്തിലെ നാട്ടുകാരും ആണ് എന്നെ ഒരു ഗായിക എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് കേട്ടതും അംഗീകരിച്ചതും പ്രോത്സാഹിപ്പിച്ചതും ഒക്കെ. അപ്പം എൻ്റെ അപ്പച്ചൻ ബാബുച്ചേട്ടനെ അറിയാലോ, നാടകം, പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഇതെല്ലാം ചെയ്തിരുന്ന ആളുമാണ്. അഭിനയിക്കും, ഡയറക്റ്റ് ചെയ്യും, എല്ലാം പാടും, എല്ലാ കഴിവുകളുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് 3.5 വയസ്സുള്ളപ്പോഴാണ് ഞാനും എൻ്റെ കുടുംബവും, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ 4 പെൺകുട്ടികളും കീഴ്മാട് എന്നുള്ള ആ സ്ഥലത്ത് വന്ന് താമസമാക്കിയത്. അപ്പോൾ എനിക്ക് 3.5 വയസ്സാണ്. അപ്പോൾ അവിടെ ഒരു
എന്താ പറയാ, പൂട്ടിക്കിടന്നൊരു വായനശാല ഉണ്ടായിരുന്നു. ആ വായനശാല അടിച്ച് വൃത്തിയാക്കി പെയിന്റൊക്കെ ചെയ്ത് അതൊരു ക്ലബാക്കി മാറ്റി. അത് എൻ്റെ അപ്പച്ചിയും അവിടുത്തെ നാട്ടിലുള്ള കുറച്ച് ചേട്ടന്മാരും അന്നുണ്ടായിരുന്ന ആ യൂത്ത് എല്ലാം ചേർന്നിട്ടാണ് അങ്ങനെ ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായത്. അപ്പൊ ആ ക്ലബിൻ്റെ എന്ത് പരിപാടികൾക്കും എൻ്റെ ചേച്ചിമാർക്കും എനിക്കും പാടാനുള്ള അവസരമുണ്ട്. അപ്പൊ അങ്ങനെ ആ നാട്ടുകാരുടെ ഒരു എന്താ പറയാ, നാട്ടുകാരുടെ വാത്സല്യം എന്ന് തന്നെ പറയാം, അത്രയും ഇഷ്ടത്തോടെയാണ് അവര് ഞങ്ങളുടെ പാട്ട് കേട്ടത്. അപ്പൊ അങ്ങനെ വളർന്നു വന്നു. പിന്നെ എനിക്ക് 5 വയസ്സായപ്പോൾ സ്കൂളിൽ ചേർത്തു. പിന്നീട് സ്കൂളിൽ എങ്ങനെയാന്ന് വെച്ചാല് അന്നൊക്കെ കിഴ്മാട് 2 മണിക്കൂർ ഇടവിട്ടാണ് ഒരു ബസ്. അപ്പോൾ 4 മണിക്ക് സ്കൂള് കഴിഞ്ഞാൽ 4:30 ബസ്സുണ്ട് ടീച്ചേഴ്സ്, പക്ഷെ അതിന് പോവില്ല, എൻ്റെ പാട്ട് കേൾക്കാനിരിക്കും. അത്രയും എന്നെ പ്രോത്സാഹിപ്പിച്ച ടീച്ചേഴ്സായിരുന്നു. ഹെഡ് മിസ്ട്രസ് പങ്കജാക്ഷി ടീച്ചർ, സാറാമ്മ ടീച്ചർ, തങ്കമ്മ ടീച്ചർ, ബേബി ടീച്ചർ, ഏലിയാമ്മ ടീച്ചർ, അങ്ങനെ ഒത്തിരി, പിന്നെ ഒരു ബേബി സാറ്, അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് അവരെന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു. അവിടെ നിന്നാണ് ഒരു മത്സരം എന്നുള്ളൊരു രീതിയിൽ ആദ്യമായിട്ട് പുറത്തു പോയതും കീഴ്മാട് എന്ന ഗ്രാമത്തിന് ആദ്യമായിട്ടൊരു സമ്മാനം ലഭിച്ചതും എനിക്കാണ്. എന്ന് വെച്ചാൽ ആ ഗ്രാമത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ. പിന്നീടാണ് അവിടെ നിന്ന് സെൻറ്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിലേക്ക് വന്നത്. ചേച്ചിമാർ 3 പേര് അവിടെയാണ് പഠിച്ചത്. അവിടുത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, കൂടെ പഠിക്കുന്ന പിള്ളേരും, അത് എൻ്റെ ക്ലാസ്സിലുള്ളവർ മാത്രമല്ല, എൻ്റെ ചേച്ചിമാരുടെ കൂട്ടുകാരികളും എല്ലാവരും, ഞങ്ങളുടെ 4 പേരുടെയും പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബാബുചേട്ടൻ അറിയാലോ, ജോസേട്ടൻ, നമ്മുടെ കൊയർ, അവിടുത്തെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും പള്ളിയിലെ കൊയറിന് ഉള്ള പാട്ടുകളൊക്കെ പഠിപ്പിക്കും. അപ്പം ശ്രുതി വെച്ചിട്ട് നമ്മൾ പാടാൻ തുടങ്ങിയത് ആൻറ്റി ജോസേട്ടൻ്റെ ഹാർമോണിയത്തിൻ്റെ ശ്രുതിയിലാണ്. അപ്പോൾ പള്ളിപ്പാട്ടുകൾ അദ്ദേഹം തന്നെ എഴുതും, അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്യും, അദ്ദേഹം തന്നെ പാടും, ഞങ്ങളെയും പഠിപ്പിക്കും, പാടിക്കും. അങ്ങനെ ഒരു അവസരം എന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കും എന്താ പറയുക, ഒരു സംഗീതം ഒന്നും മുറപ്രകാരം പഠിക്കാൻ സാധിക്കാത്ത കുറച്ച് പാട്ടുകാരായിരുന്നു ഞാനും എൻ്റെ ചേച്ചിമാരും. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു ആൾക്കാരുണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ അതിനൊരവസരം ഉണ്ടായത് ആൻറ്റി ജോസേട്ടൻ്റെ അടുത്ത് വന്നതിന്, സ്കൂളിൽ വന്നതിന് ശേഷമാണ്. അപ്പം അങ്ങനെ അതൊരു വലിയ തിരിച്ചറിവാണെന്ന് വെച്ചാൽ ശ്രുതിയോടുകൂടി നമ്മൾ പാടണം, ശ്രുതിയിൽ തന്നെ നമ്മൾ ഉറച്ചു നിന്ന് പാടണം, താളം തെറ്റാതെ പാടണം. താളമൊക്കെ അപ്പച്ചി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും ആ ശ്രുതിയിൽ എങ്ങനെയാണ് നമ്മൾ കീപ്പ് ചെയ്ത് പാടേണ്ടത് എന്നൊക്കെ ആൻറ്റി ജോസേട്ടൻ്റെ അടുത്തു നിന്നാണ് പഠിച്ചത്. പിന്നെ അങ്ങനെ 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 എല്ലാ വർഷവും യുവജനോത്സവങ്ങൾ വരും, സ്കൂളിലെ ആനുവൽ ഡേയ്സ് വരും. അപ്പൊക്കെ ബാബുചേട്ടനും ഞങ്ങളുടെ സ്കൂളിലെ പരിപാടികൾക്ക് ബാബുചേട്ടനും തബലയും കോകോഡ്രം ഒക്കെ വായിക്കാൻ ബാബുചേട്ടനുണ്ട്. അതൊക്കെ ശരിക്കും സ്വീറ്റ് മെമ്മറീസ് ആണ്. അപ്പോൾ ആ സമയത്ത് പുറത്തുനിന്ന് ഡാൻസിന് ആൾക്കാരെ വിളിക്കൂലല്ലോ, ഡാൻസിനും തിരുവാതിരയ്ക്കും, സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, തിരുവാതിര, ഗ്രൂപ്പ് സോങ്, എല്ലാത്തിനും നമ്മൾ തന്നെ പാടണം. പക്ഷെ അതൊക്കെ അന്ന് ഭയങ്കര ഒരു ലഹരി പോലെയായിരുന്നു. പഠനത്തോടൊപ്പം ഇതും, അതിൻ്റെ ഒപ്പം പിന്നെ പുറത്ത് ഗാനമേളകൾ, ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സ്കൂൾ തലം എന്ന് പറയുമ്പോൾ അത് വേറൊരു സ്പിരിറ്റാണ്. അപ്പം അത് അത്രമാത്രം ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച നാട്ടുകാരും വീട്ടുകാരും ടീച്ചേഴ്സും കൂട്ടുകാരും ഒക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നത്. ഞാൻ ഇന്നിപ്പോൾ 22-ാം തീയതിയാണ്. ഈ 20-ാം തീയതിത്തെ മനോരമ പത്രത്തിനകത്ത് ഒരു വാർത്ത ഞാൻ വായിച്ചു. അതായത് ഭാര്യ പെൺകുട്ടിക്ക് ജന്മം നൽകിയതുകൊണ്ട് ഭർത്താവ് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചു. എന്നിട്ട് ആ ഭാര്യ, അത് നമ്മുടെ ഈ അങ്കമാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്താണ്. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പോൾ ഭാരതിരാജ സാറിൻ്റെ കറുത്തമ്മ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ
അന്ന് ഈ പെൺകുട്ടിയാണ് ജനിക്കുന്നതെന്ന് പറയുമ്പോഴേക്ക് കള്ളിപ്പാലൂത്തി ആ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു. അത്തരത്തിലൊരു കാലത്ത് തൻ്റെ 4 പെൺമക്കളെയും ഒരു ബൈബിളിൽ പറഞ്ഞ പോലെ തള്ളക്കോഴി ചിറകിനടിയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ പി എ ജോസഫ് എന്ന് പറയുന്ന അപ്പച്ചനെ ഒന്ന് ഓർത്തെടുക്കും. അപ്പച്ചനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞു ഇങ്ങനെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആലുവക്കാർക്ക് എല്ലാവർക്കും അറിയാം, നാടകവും സംഗീതവും സംവിധാനവും ഒക്കെ ആയിട്ട് നടന്ന ഒരാളാണ്. പക്ഷേ മിൻമിനി ഇപ്പോൾ ഓർക്കുമ്പോൾ അപ്പച്ചനെ എങ്ങനെയാണ് ഓർത്തെടുക്കാനുള്ളൊരു ഓർമ്മകൾ, നല്ല ഓർമ്മകൾ? അപ്പച്ചനെ കുറിച്ച് നല്ല ഓർമ്മകളേ ഉള്ളൂ. കാരണം ഈ സംഗീതം, കല എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ മൂത്ത ചേച്ചിമാർ 3 പേര് നന്നായിട്ട് പാടുന്ന ആൾക്കാരാണ്. പക്ഷെ മൂത്ത ചേച്ചീനൊന്നും അങ്ങനെ അധികം പുറത്തേക്ക് പാടാൻ അവസരങ്ങൾ വന്നെങ്കിലും വിട്ടിരുന്നില്ല. അന്ന് അമ്മച്ചിയുടെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ പുറത്ത് വിടണ്ട എന്നുള്ളൊരു അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ചേച്ചി പാടിയിരുന്നത്. അതേസമയം ചേച്ചി സ്കൂളിൽ നിന്ന് കോമ്പറ്റീഷന് പോയിട്ടുണ്ട്. ചേച്ചിക്ക് 3ാം സ്ഥാനം വരെ സ്റ്റേറ്റ് ലെവലിൽ കിട്ടിയാണ്. അരുന്ധതി ചേച്ചി, സുജാ ചേച്ചി, ഗ്രേസി ചേച്ചി, അങ്ങനെയായിരുന്നു അന്നത്തെ റിസൾട്ട്. അപ്പം അങ്ങനെ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളെ പഠനം കഴിഞ്ഞ ഉടനെ കല്യാണം കഴിച്ചു വിട്ടു. ചേച്ചിക്ക് അങ്ങനെ ചേച്ചിയുടെ സംഗീതം, അവിടെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഫാമിലി ആയിരുന്നു എങ്കിലും പാടാനുള്ള അവസരം ചേച്ചിക്ക് ഉണ്ടായിരുന്നില്ല. വീട്ടിലെല്ലാവരും ചേരുമ്പോൾ പാടും, അത്രയൊക്കെ തന്നെയുള്ളൂ. പക്ഷെ എന്നാലും ചേച്ചി മൂത്ത ആളല്ലേ, കല്യാണം കഴിഞ്ഞ ആള്. പക്ഷെ ചേച്ചിയുടെ പാട്ട് അവിടെ നിന്നു. പിന്നീട് വന്ന ആൾക്കാർ ഞങ്ങളായതുകൊണ്ട്, ഞങ്ങൾ ചെറിയ പിള്ളേരല്ലേ, അപ്പം ഞങ്ങളെ എപ്പോഴും പാടിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു അന്ന് എല്ലാവരും. ചേച്ചി അങ്ങനെ ചേച്ചി ഒതുങ്ങിപ്പോയി അടുക്കളയിലേക്ക്. അത് ഞങ്ങൾക്ക് ഇപ്പോഴും, ഞങ്ങൾ 4 സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഞങ്ങൾ ഈ 3 അനിയത്തിമാർക്കും ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ബെസ്റ്റ് സിംഗറാണ് ചേച്ചി ഇപ്പോഴും. ഇത് ഞാനൊരു ഭംഗിവാക്ക് പറയണല്ല, ഇപ്പോഴും ചേച്ചി പാടാനായിട്ട് ആ പെർഫെക്ഷനോടുകൂടി, അത് ഏത് ശ്രുതിയിലാണോ ആൾ അന്ന് പഠിച്ചത് ആ ശ്രുതിയിൽ, അത് നമ്മൾ അപ്പർ ടേപ്പ് ഓൺ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ശ്രുതിയായിരിക്കും. അങ്ങനെയാണ് ആൾ പാടുന്നത്. അത്രയും മെമ്മറിയിൽ, അത്രയും അത് എന്താ പറയുക, ഡെഡിക്കേഷനോടുകൂടി പഠിച്ചിരുന്നു, അത് അവതരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ചേച്ചി. അതിനുശേഷമുള്ള മേഴ്സേച്ചി സ്പോർട്സ് അങ്ങനെയൊക്കെ ആയിരുന്നു. ചേച്ചിക്ക് കൂടുതലും പാട്ടിലായിരുന്നില്ല കൂടുതൽ ഇഷ്ടം. ചേച്ചി അസലായിട്ട് പാടും. ഞങ്ങളെ ഈ 4 പേരെയും ഞാൻ ഓർക്കുമ്പോൾ, ഞാൻ വളരെ ചെറുതായിരിക്കുമ്പോൾ അപ്പച്ചി അലുമിനിയം കമ്പനിയിലായിരുന്നു ജോലി കഴിഞ്ഞ് അപ്പച്ചൻ വരുമ്പോൾ 4 പേരുടെയും പേര് വിളിക്കും വരണ വഴിയിൽ നിന്ന്. ഞങ്ങളുടെ വീടൊരു ചെറിയ കുന്നും പ്രദേശം ആയിട്ടുള്ള തട്ടുതട്ടുകളായിട്ടുള്ള സ്ഥലമാണ്. അപ്പം അങ്ങറ്റത്തെ അപ്പച്ചി വരുമ്പോൾ ഞങ്ങൾക്കറിയാം, ഗ്രേസി, മേഴ്സി, ജാൻസി, മിനി എന്ന് വിളിച്ചിട്ടായിരിക്കും വരണത്. അപ്പം എല്ലാവരും വിളി കേൾക്കണം. വരുമ്പോഴേക്കും ഞങ്ങൾ കുളിച്ച് റെഡിയായിട്ട് നിൽക്കുന്നുണ്ടാവും. എന്തിനാ പാട്ട് പാടാനാ? ശരി. എന്നുവെച്ചാ വീട്ടില് എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ചോ എഴുതിയോ എന്നല്ല അപ്പച്ചി ചോദിക്കണേ, ഏതൊക്കെ പാട്ട് പഠിച്ചു, ഇന്നലെ പഠിച്ച പാട്ട് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യ്. ഇങ്ങനെയൊക്കെ ഞങ്ങളെ ഇരുത്തി. ഒത്തിരി മുറ്റമുള്ളൊരു വീടായിരുന്നത്. അപ്പം വീടിൻ്റെ ചുറ്റും ഇങ്ങനെ വരാന്ത കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പം അവിടെ ഞങ്ങളെല്ലാവരും ഇരിക്കും. പിന്നെ വേറെ സന്തോഷം എന്താണെന്നറിയോ, കറണ്ടില്ല. അപ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് ഇരിക്കുക. അങ്ങനെ അയൽവക്കത്തുള്ള ആൻറ്റിമാരും, അന്നൊക്കെ ഞങ്ങൾ അമ്മ എന്ന്, എല്ലാ വീട്ടിലെയും അമ്മമാരും ഞങ്ങൾ അമ്മ എന്ന് തന്നെ വിളിക്കുക. അപ്പോൾ അവരൊക്കെ വന്നിരിക്കും ഈ ഞങ്ങളുടെ പാട്ട് കേൾക്കാനായിട്ട്. അത്രയും അങ്ങനെ കുറച്ച് ഓഡിയൻസിൻ്റെ മുമ്പിലാണ് പ്രകടനം പാട്ട്. അപ്പം അതൊക്കെ ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിച്ചിരുന്നു. അപ്പച്ചി എന്താ പറയുക, എല്ലാ കലകളെയും ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ പിന്നെ നാടകങ്ങൾ നടത്താനായിട്ട് ഈ ക്ലബിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പല നാടക ആക്ടേഴ്സ് വരും. ഗോവിന്ദൻകുട്ടി സാറ്, തിലകൻ സാറ്, ഫിലോമിൻ ചേച്ചി, ബാബുചേട്ടൻ്റെ സൂസി ചേച്ചി, അവരൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് ഒരു എന്താ പറയുക, അങ്ങനെ കലയുടെ ഒരു
ഉറവിടം എന്ന് തന്നെ പറയാത്ത എല്ലാ കലകളും ഉണ്ടായിരുന്നു അവിടെ. നാടകം ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, പാട്ട് എഴുത്തുണ്ടായിരുന്നു, ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഉള്ളിലാണ് ഞങ്ങൾ വളർന്നത്. അപ്പച്ചി ആ നാട്ടിൽ ജോസഫേട്ടൻ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കും, എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. അപ്പച്ചൻ്റെ മുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതെ, എല്ലാരും ചോദിക്കും, എന്നെ ഇങ്ങനെ കാണുമ്പോ അപ്പച്ചീനെ ഇപ്പുറത്ത് കാണും എന്ന് പറയും. പലരും അങ്ങനെ പറയാറുണ്ട്. മോളെ ഇങ്ങനെ നോക്കി സംസാരിക്കുമ്പോ ഇപ്പുറത്ത് അപ്പച്ചൻ നിക്കണ പോലെ തോന്നുന്നു. അതുപോലെ എന്നെ നിഴൽ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പച്ചിയാണ്. എല്ലാ അവസ്ഥകളും കണ്ട ആളാണ്, ഉയർച്ചയും ഞാൻ അപ്പച്ചനെ അവസാനം കാണുന്നത് വിജയവാഹിനി സ്റ്റുഡിയോയുടെ അകത്ത് റെക്കോർഡിംഗ് ഇതുണ്ടല്ലോ. അപ്പൊ ഞാൻ വേറൊരു പടത്തിന്റെ ഇതിനു വേണ്ടി അവിടെ പോയതാണ്. ഡയറക്ടർ ടി എസ് സുരേഷ് ബാബു ഞാനും. അപ്പൊ പൂജയ്ക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ നമ്മുടെ MS വിശ്വനാഥൻ സാറാണ് കമ്പോസ് ചെയ്തത് ആ പടത്തിന്, വേറെ ഏതൊരു പടം. അപ്പൊ ചെന്നപ്പോ അപ്പച്ചനെ അവിടെ വെച്ച് കണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ്, അപ്പോൾ അപ്പച്ചനെ അതിനകത്ത് വിളിച്ചിട്ട് എന്ത് വന്നതാണ്. വർത്താനം പറഞ്ഞ് നമ്മൾ സുഖായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അപ്പൊ എപ്പോഴും ചിരിച്ച് എന്നെ കണ്ട് ദൂരെ നിന്ന് കണ്ടപ്പോ തന്നെ ആ മോനെ എന്ന് പറഞ്ഞിട്ട് വളരെ സ്നേഹത്തോടു കൂടി മോനെ വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് ആ മുഖം ഇന്നും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. മോള് പറഞ്ഞ പോലെ മിനി നിൽക്കുമ്പോ അതിന്റെ ബാക്കിൽ ജോസ്പേട്ടൻ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ദേവാലയ സംഗീതം നമ്മൾ പറയും, ഈ ആൾത്താരയുടെ അരികിൽ നിൽക്കുന്ന ഈ ഗായക സംഘം സ്വർഗത്തിലെ മാലാഖമാർക്ക് തുല്യരാണ് എന്നിങ്ങനെ പറയാറുണ്ട്. ഈ ഇത്രയും വർഷത്തെ നീണ്ട സംഗീത സബര്യ നമ്മൾ ആലോചിക്കുമ്പോൾ അതിനകത്ത് ഈ ദേവാലയ സംഗീതത്തിനും ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്സിനും ഒരുപാട് പാട്ടുകൾ പാടില്ല. അങ്ങനെ ഓർക്കുന്ന ഏതെങ്കിലും ഒരു നല്ല പാട്ടുണ്ടോ? അല്ലെങ്കിൽ അന്ന് അതിൻ്റെ സംഗീത സംവിധായകരായവർ, അതിൻ്റെ പാട്ടുകൾ എഴുതിയവർ, നമ്മുടെ കൂടെ പാടിയവർ, അല്ലെങ്കിൽ രസകരമായ ഈ ദേവാലയ സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യം ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന എന്തെങ്കിലും സംഭവങ്ങളോ വ്യക്തികളോ ഉണ്ടോ? ഒരുപാട്. അത് ഇന്നത്തെ ഒരു ദിവസം പോരാ ശരിക്കും അതിനെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ. പക്ഷെ പറയാം, ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റി ജോസേട്ടൻ തന്നെയാണ് ആദ്യമായിട്ട് ശ്രുതിയോടുകൂടി ഒരു പാട്ട് എഴുതി അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത് ഞങ്ങളെ പാടിപ്പിക്കുക. അത് എല്ലാ ആഴ്ചകളിലും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്കൂളിൽ നടന്നിരുന്ന ഒരു സംഭവമാണ്. കാരണം കോൺവെൻറ്റ് സ്കൂളായതുകൊണ്ട് സിസ്റ്റേഴ്സിൻ്റെ ഫീസ്റ്റ്, ഏതെങ്കിലും സെയിൻറ്റിൻ്റെ ഫീസ്റ്റ്, ഇങ്ങനെയൊക്കെ എല്ലാ ആഴ്ചകളിലും തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി ഒത്തിരി പാട്ടുകൾ ഇങ്ങനെ അദ്ദേഹം ട്യൂൺ ചെയ്യുമായിരുന്നു, എഴുതി ട്യൂൺ ചെയ്യുമായിരുന്നു. അങ്ങനെ കുറേ പാട്ടുകൾ, ഒത്തിരി നല്ല പാട്ടുകളുണ്ട്. നമ്മൾ കാസറ്റിൽ പാടിയ അങ്ങനെയുള്ള ഇപ്പോഴും പള്ളികളിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും നല്ലൊരു പാട്ട്? ഞാൻ പാടിയ ഒറിജിനൽ വെർഷൻ ഞാൻ പാടിയതാണ്. ഇപ്പം എല്ലാ ദേവാലയങ്ങളിലും പാടുന്ന അന്ന പെസഹ തുടങ്ങിയുള്ള കുർബാനയുടെ പാട്ടുകളെല്ലാം അതിൻ്റെ ഒറിജിനൽ ഞാനാണ് പാടിയിട്ടുള്ളത്. ഞാനും വേറെയും കുറച്ച് ഗായകരുണ്ട്. പിന്നെ ദേവാലയത്തിൽ പാടണമെന്ന് പറഞ്ഞാൽ കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ ഈശോയേ ആശ്വാസം നീയല്ലോ, ഇങ്ങനൊരു പാട്ടുണ്ട്. അത് ഭയങ്കര ഹിറ്റാണ് ആ പാട്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ആ പാട്ട്. പിന്നെ ഓ എൻ യേശുവേ എന്നുള്ള പാട്ട്, ഓ എൻ യേശുവേ ഓ എൻ ജീവനേ ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ വാ വാ എന്നിൽ നിറഞ്ഞിടുവാൻ. ഇതിൻ്റെ മെയിൽ വെർഷൻ കെസ്റ്ററും പാടിയിട്ടുണ്ട്. ഇതിലേക്കൊക്കെ, ഈ പാട്ടിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് ഞാൻ കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ CSCയുടെ ഗായികയായിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പാട്ടുകൾ, ജോബ് മാഷിൻ്റെ, ജോർജ് മാഷിൻ്റെ, ജെറി മാഷിൻ്റെ, ബേൺചേട്ടൻ്റെ, അങ്ങനെ ഒത്തിരി ഡിവോഷണൽസ് പാടാനുള്ള അവസരം
ഉണ്ടായിട്ടുണ്ട്. ഞാൻ ശരിക്കും ചെന്നൈയിലേക്ക് പോകുന്നതിന് മുൻപ് 10,000 കണക്കിന് പാട്ടുകൾ പാടിയതിന് ശേഷമാണ് ഞാൻ ചെന്നൈക്ക് പോയത്. അതെ അതെ. എന്നുവെച്ചാൽ ഡെയിലി അങ്ങനെ വർക്കുകളായിരുന്നു. അപ്പോൾ അതിന് മാത്രം പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ കൊയർ എന്ന് പറഞ്ഞ് സത്യത്തിലൊരു കൊയർ എങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സന്ദർഭം എന്ന് പറയുന്നത് നമ്മുടെ മാർപ്പാപ്പ വന്ന സമയം. അത് ഞാൻ CSC വന്ന ആ സമയങ്ങളിലായിരുന്നു. അപ്പം അതിനു വേണ്ടി 100 പേരുടെ കൊയർ. അപ്പം അത്രയും പാട്ടുകൾ ഒന്നിച്ച് റെക്കോർഡ് ചെയ്യൽ, പല ദിവസങ്ങളിൽ അത് റിഹേഴ്സൽ ചെയ്യൽ, NAD അവിടെ ആയിരുന്നു പാപ്പ വന്നപ്പോൾ CSCയുടെ കൊയർ. അപ്പോൾ അന്ന് അത്രയും വലിയ ഓർക്കസ്ട്രയുടെ ഉള്ളിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്നു, ഒരുപാട് ഗായകരോടൊപ്പം പാടണു. പിന്നെ ആ പാട്ടുകൾ നമ്മളൊരു കൊയറിൽ എങ്ങനെയാണ് പാടേണ്ടത് എന്ന് ഉള്ള ആ ഒരു ഫോം ഞാൻ പഠിച്ചത് CSC എന്നാണ്. കൊയർ എങ്ങനെ ആയിരിക്കണം, കൊയറിന് അതിൻ്റെതായ ഒരു ഹാർമണിയും കാര്യങ്ങളുണ്ട്. അത് പഠിച്ചത് അവിടെ നിന്നാണ്. ഇപ്പം ഇന്നും കൊയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എനിക്കിഷ്ടമാണ്, കൊയർ പാടാനാണ് ഏറ്റവും ഇഷ്ടം. നമ്മൾ പറയും ചില അവതാരങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 100 വർഷം, ഇപ്പം നമ്മൾ നേരത്തെ 1000 എന്ന് പറഞ്ഞാൽ 100 വർഷത്തിനുള്ളിൽ ചില അവതാരങ്ങൾ പിറവിയെടുക്കും. അങ്ങനെ ഒരു വലിയ അവതാരമാണ് നമ്മൾ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ദാസേട്ടൻ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ കൊച്ചിക്കാർ ഇപ്പോഴും യേശു എന്നാണ് വിളിക്കുന്നത്. നാളെ ഞാൻ കൊച്ചിയിൽ എനിക്കൊരു പുരസ്കാരം ഉണ്ടായിരുന്നു. അത് വാങ്ങാൻ പോയപ്പോൾ അവർ ദാസേട്ടനെ കുറിച്ച് പറയാൻ നമ്മുടെ യേശു എന്നാണ് പറയുന്നത് കൊച്ചിക്കാർ. അപ്പോൾ അത്തരത്തിലുള്ള ഗാനഗന്ധർവൻ, പത്മശ്രീ, പത്മഭൂഷൺ ഡോക്ടർ KJ യേശുദാസ്, അതുപോലെ ഇപ്പോൾ ഈ അടുത്തിടെ നമ്മൾ വിട്ടുപിരിഞ്ഞ ഭാവഗായകൻ ജയേട്ടൻ, അതുപോലെ SPB എന്നെല്ലാവരും വിളിക്കുന്ന SB ബാലസുബ്രഹ്മണ്യം, മനു, ഇങ്ങനെയൊക്കെയുള്ള ലെജൻസിൻ്റെ കൂടെ നമ്മൾക്ക് ഒത്തിരി പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുണ്ട്. അവരെയൊക്കെ ആ സന്ദർഭങ്ങളും ആ ഗുരുസ്ഥാനീയരെ എങ്ങനെയാണ്, ഈ അവതാരങ്ങളെയൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അവർ അവതാരങ്ങളാണെന്ന് ഞാൻ ശബ്ദമൊക്കെ പോയി വീട്ടിലിരുന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞു, ഞാനൊരു അമ്മയായി, ഇതിനൊക്കെ ശേഷമാണ് ഞാൻ ഇവരൊക്കെ അവതാരങ്ങളാണ് എന്ന് മനസ്സിലാക്കിയത്. അവരോടൊപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഇവരിത്രയും ഇങ്ങനത്തെ ഒരു അവതാരങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല അവരോടൊപ്പം ഞാൻ ആയിരുന്നത്. അപ്പം അതിൻ്റെ ഒരു അറിവില്ലായ്മ അവരോടുള്ള പെരുമാറ്റത്തിലുണ്ടായി കാണാം. പക്ഷെ അവരെല്ലാവരും എന്നോട് വളരെ വാത്സല്യപൂർവ്വമാണ് പെരുമാറിയിട്ട്. അന്ന് 20-21 വയസ്സല്ലേ ഉള്ളൂ. അപ്പം ആ ഒരു വാത്സല്യം ഒരുപാട് അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതാണ് എനിക്ക് ഓർക്കാൻ കഴിയുന്ന. അല്ലാതെ ഇതൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ആരും എന്നോട് പെരുമാറിയിട്ടില്ല. ഒരു കുഞ്ഞ്, ഒരു പുതിയൊരു മോള് പാടാൻ വന്നേക്കണു എന്നുള്ള ആ ഒരു സ്നേഹവും ആ ഒരു പരിഗണനയും ഒക്കെ എനിക്ക് ദാസേട്ടൻ്റെ കൂടെ ഡുവറ്റുകൾ നമ്മൾ പാടിയിട്ടുണ്ട്. ഒരുമിച്ച് പാടിയിട്ടുണ്ടോ അതോ? ഇല്ല, ഒരിക്കലും ഒന്നിച്ച് ഒരു റെക്കോർഡിങ് അറ്റൻഡ് ചെയ്തിട്ടില്ല. എപ്പോഴും ഞാൻ വിത്ത് ഓർക്കസ്ട്ര പാടും, ദാസങ്ങൾ എപ്പോഴെങ്കിലും വന്ന് പാടി പോവും, അങ്ങനെയൊക്കെ ആയിരുന്നു. മുമ്പൊക്കെ ഈ പറഞ്ഞ ബാലുങ്കളുടെ കൂടെ എപ്പോഴും. ബാലുങ്കൾ എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ സാർന്ന് വിളിക്കുമ്പോൾ ഞാൻ ചെറുതല്ലേ, ഏറ്റവും ചെറുതാണെന്ന് ഞാൻ. അപ്പോൾ അവർക്ക് തന്നെ ഒരു വിഷമം, എന്നെ കൊണ്ട് എന്തിനാ ഇങ്ങനെ സാർന്ന് വിളിപ്പിക്കണം. ബാലുങ്കൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്, നീ എതുക്കമ്മാ നീ എന്നെ സാറിന് കൂപ്പിടുற, നീ എന്നെ ധൈര്യം അങ്കിളിന് കൂപ്പിട്, നീ എന്നെ അങ്കിൾ കൂപ്പിട്ടാൽ പോതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബാലുങ്കളും വാസവങ്ങളൊക്കെ ആയത്, ജയനങ്ങളൊക്കെ ആയത്. അപ്പോൾ അത്രയും എന്നോട് അവർ എന്താ പറയുക, അവരുടെ വീട്ടിലൊരു കുട്ടി എന്നുള്ളൊരു പരിഗണനയിൽ ആയിരുന്നു എന്ന് പറയാം. അതൊക്കെ എൻ്റെ ഭാഗ്യം തന്നെയാണ്. ശരി. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ നാൾ ഡയറക്ടർ സത്യൻ അന്തിക്കാട് പറഞ്ഞ പോലെ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ സജീവമായി നിൽക്കുന്ന കാലത്താണ് ഞാനും സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ് എന്ന് പറഞ്ഞതുപോലെ ദാസേട്ടനൊക്കെ ഇപ്പം
എൻ്റെ സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ടെന്ന് ഞാൻ വളരെ അഭിമാനത്തോടെ പറയണം. എന്ന് പറഞ്ഞ പോലെ ദാസേട്ടനോടൊപ്പം ഇന്നും മലയാളികൾ ഓർത്ത് പാടുന്ന പല പാട്ടുകളും ഒരുമിച്ച് പാടി, അല്ലെങ്കിൽ ആ ഡുവറ്റിൽ ദാസേട്ടനോടൊപ്പമാണ് ഞാൻ പാടിയത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നൊരു വലിയ ഭാഗ്യമാണ്. അതുപോലെ തന്നെ അതൊന്നും ദൂരെ നിന്ന് പോലെ അവരെ കണ്ടിട്ടില്ലാത്ത, നമ്മുടെ ഇതിൽ പറഞ്ഞ പോലെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതൊക്കെ ഇന്നുമുണ്ട്. പലരും കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് നടന്നിട്ടില്ല. പക്ഷെ അവരൊക്കെ നമ്മുടെ അരികിൽ വന്നിരുന്ന് നമ്മൾ ഇതാണ് ദാസേട്ടാ പാട്ട് എന്ന് പറയുമ്പോൾ അത് കേട്ട് ശരി ശരി എന്ന് പറയുകയും അത് അവർ പാടുകയും നമ്മൾ എഴുതിയ തിരക്കഥയ്ക്ക് വേണ്ടി അവർ പാടുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഭാഗ്യമാണ്. ഈ തലമുറയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ ഭാഗ്യമാണ്. അതിനകത്ത് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഗായികയാണ് മിൻമിനി എന്ന് പറയും. ശരിക്കും അവരോടൊപ്പമൊക്കെ നമുക്ക് പാടാൻ പറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ സംഗീത സംവിധായകർ, ഇപ്പോൾ ചിലർ പറയും ഞാൻ തന്നെ സംവിധാനം ചെയ്തതാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാനൊന്നും മിണ്ടാറില്ല. കാരണം എസ്പെഷ്യലി സിനിമയ്ക്ക് വേണ്ടി സംഗീതം ചെയ്യണമെങ്കിൽ ഈ സംഗീതം പഠിച്ചാൽ പോരാ, അതിന് മനുഷ്യനെക്കുറിച്ച് പഠിക്കണം, അവൻ്റെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ച് പഠിക്കണം, ചില മുഹൂർത്തങ്ങളെക്കുറിച്ച് പഠിക്കണം, അവൻ്റെ മനഃശാസ്ത്രം പഠിക്കണം. എന്നാലേ ആ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു പാട്ടാണ് വേണ്ടതെന്ന് പറയുമ്പോൾ സംഗതി സരിഗമ പദനിസ ഈ സപ്തസ്വരങ്ങളാണെങ്കിലും ആ കഥാപാത്രത്തിൻ്റെ മാനസിക അവസ്ഥയിൽ നിന്നുകൊണ്ട് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഏത് രാഗമാണ് അവിടെ വരിക എന്ന് പറയുന്ന ആ ഇമോഷൻ എന്താ പറയുക, അതിന് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അത്തരത്തിൽ ലോകം എന്നും ബഹുമാനിച്ചിട്ടുള്ള കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി പാടാൻ അവരരികിലിരുന്ന് അവർ പാടിത്തരുന്നത് കേട്ട് പഠിച്ച് മിനിയുടെ ഞാൻ എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള, ഞാൻ പലപ്പോഴും പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, ശാസ്ത്രീയമായി പഠിച്ചില്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം ഒരു പാട്ട് കേട്ടാൽ അപ്പം തന്നെ അത് മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞൊരു കഴിവ് ഞാനത് എപ്പോഴും പറയാറുള്ളതാണ്. കാരണം എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതെ, നേരത്തെ പറഞ്ഞ പോലെ ആൻഡ്രി ജോസേട്ടനോടൊപ്പം ചില പാട്ടുകൾ അപ്പോൾ കമ്പോസ് ചെയ്ത് മോളത് പഠിച്ച് പിറ്റേ ദിവസം വരുമ്പോൾ ആനിച്ചേട്ടൻ വേറെ പേരിൽ പാടും. അപ്പോൾ പറയുന്നത് അയ്യോ അച്ചച്ച അത് അങ്ങനെ അല്ലല്ലോ, പിന്നെ ഇന്നലെ എങ്ങനെ പാടി, അത് പാടുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഇന്നലെ പാടിയ അതേ ഗാനം അങ്ങനെ ഒരു മനഃപ്പാഠമാക്കുക എന്ന് പറയുന്നത്. ഞാൻ ചെന്നൈയിൽ പലപ്പോഴും രാജാ സാറിൻ്റെ ഒക്കെ കോറസ് പാടാൻ വരുന്നവർ അവർ പലരും ഗാനഭൂഷണവും ഗാനപ്രവീണും ഒക്കെ പാസ്സായവരാണ്. ആ സ്വരസ്ഥാനങ്ങൾ എഴുതി കൊടുത്തിട്ട് അവർ പാടണം. അത്രയും ആ അറിവുണ്ടെങ്കിൽ കോറസ് പോലും പാടാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഇളയരാജ, AR റഹ്മാൻ, അതുപോലെ തന്നെ അർജുനൻ മാഷ്, ഈ രവീന്ദ്രൻ മാഷ്, ജോൺസൺ മാഷ്, ഔസേപ്പച്ച മാഷ്, ഇങ്ങനെയുള്ള ഗുരുസ്ഥാനീയർക്ക് വേണ്ടിയൊക്കെ പാടാൻ ഭാഗ്യം കിട്ടിയ ആ ഒരു ഗായികയാണ് മിൻമിനി. എങ്ങനെയാണ് ഈ അവരുമായിട്ടുള്ള ആ മുഹൂർത്തങ്ങളൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ആദ്യമായി ആ പാട്ട് പറഞ്ഞു തരുന്നതും പഠിക്കുന്നതും? ജോൺസൺ ചേട്ടനെ കണ്ടതാണ് ഏറ്റവും, എന്താ പറയുക, ജോൺസൺ മ്യൂസിക് ഡയറക്ടറുടെ ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത അവസ്ഥയിലാണ്. അത് ഇളയരാജ സാറായാലും അങ്ങനെ തന്നെ. ഇവരുടെ ഒന്നും ഫോട്ടോസോ ഇവരാരാണെന്നൊന്നും അറിയാതെയാണ് ഞാൻ അവരുടെ അടുത്തേക്കൊക്കെ എത്തിപ്പെട്ടത്. രാജാ സാറിൻ്റെ അടുത്ത് ചെന്നു, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചെന്ന അന്ന് തന്നെ ജയനങ്ങളാണ് എന്നെ കൊണ്ടുപോയത്. ജെറിമാഷിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവിടെ ജയനങ്ങൾ വന്ന് ജെറിമാഷും ജയനങ്ങളും കൂടിയാണ് ഞാൻ ഏത് പാട്ട് പാടണം രാജാ സാറിൻ്റെ അടുത്ത് എന്ന് വരെ എന്താ പറയുക ഓഡിഷൻ ചെയ്തത് അവരാണ്. അപ്പച്ചനും ജെറിമാഷും ജയനങ്ങളും കൂടിയാണ് കുറേ പാട്ടൊക്കെ പാടിപ്പിച്ചപ്പോൾ ഇത് ഇന്ന പാട്ട് പാടിയാൽ മതി എന്ന് അവരാണ് തീരുമാനിച്ചത്. അങ്ങനെ എന്നെ കൊണ്ടുപോയി രാജാ സാറിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ രാജാ സാറ് ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇളയരാജ സാർ ആരാണ്, അതിൻ്റെ പൊസിഷൻ എന്താണ്, ഇത്രയും വലിയൊരു മഹത് വ്യക്തിനെയാണ്, അത് എൻ്റെ കൂടെയുള്ളത് മഹാന്മാരാണ്, ഇതൊന്നും അറിയില്ല. അങ്ങനത്തെ അവസ്ഥയിൽ അവിടെ ചെന്നു. അപ്പോൾ ഈ അറിവില്ലായ്മ ഒരു വരം ആണ്, ഭയമില്ലാതെ പാടാം. അതാണ് എൻ്റെ ജീവിതത്തിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയാം. എന്നെ അപ്പച്ചി അത് പറഞ്ഞ് പേടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യം. അപ്പച്ചിക്കൊരു ദൈവത്തിലൊരു ഉറപ്പുണ്ട്, അത് പറഞ്ഞു കൊടുത്താൽ പാടിക്കോളും എന്നുള്ളൊരു ഉറപ്പ് അപ്പച്ചൻ്റെ മനസ്സിലുണ്ട്. അപ്പച്ചി അതുകൊണ്ട്
എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സ്റ്റുഡിയോയിലേക്ക് എന്നെ കയറ്റി വിട്ടാൽ പിന്നെ അപ്പച്ചി ഫുൾ പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ബലവും ആ ധൈര്യമൊക്കെ എനിക്ക് കിട്ടണത്. എനിക്കറിയാൻ പാടില്ല അതൊന്നും. എനിക്ക് പാട്ട് പറഞ്ഞു തരും, ഞാൻ പാട്ട് എഴുതിയെടുക്കും, പാട്ട് പഠിക്കും, അപ്പോൾ തന്നെ പാടും. അത് ഇളയരാജയാണോ ജോൺസനാണോ രവീന്ദ്രൻ ഇതൊന്നും അറിയില്ല. അവരുടെ മഹത്വം, അവരുടെ എന്താണ് എനിക്കറിയില്ല അതെങ്ങനെ പറയണ്ടേന്ന്. അങ്ങനെ ഒരവസ്ഥയിലൂടെയാണ് ഞാൻ ഇത്രയും പാട്ടുകൾ തൊണ്ട അടയുന്നത് വരെ പാടിയിരുന്നത്. ആ പാട്ടുകളാണല്ലോ ഇപ്പോഴും നമ്മൾ കേൾക്കുന്നത്. അതുവരെ ഞാൻ പാടിയ പാട്ടെല്ലാം ഈ ഒരു അറിവില്ലായ്മയിൽ പാടിയതാ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്ക് മനസ്സിലായി ആരാണ് ഇവരൊക്കെ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന്. ജോൺസൺ ചേട്ടനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഒരു ഗായകനായിട്ടാണ്. അപ്പോൾ ഞാൻ രാജാ സാറിൻ്റെ അടുത്ത് ചെന്ന് രാജാ സാറിൻ്റെ ഒരു പാട്ട് പാടി. അന്ന് തന്നെ പാടി കഴിഞ്ഞ് വന്നിട്ട് രാജാമണി സാറിനെ കാണാൻ പോയി. ജനങ്ങൾ തന്നെയാണ് കൊണ്ടുപോണത്. അവിടെ ചെന്നപ്പോൾ രാജാമണി സാറിന് ഭയങ്കര സന്തോഷമായി രാജാ സാറിൻ്റെ പാട്ട് പാടിയില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്ന്. അപ്പം തന്നെ മാഷ് പറഞ്ഞു, അന്ന് നീ ഇപ്പോൾ പോകണ്ട, ഇപ്പോൾ അരവിന്ദോടിയോലൊരു പാട്ടുണ്ട്, ജോൺസേട്ടനാണ് പാടണതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജോൺസേട്ടൻ ഇവർ പറയണ അവർക്കറിയാം ജോൺസേട്ടൻ ആരാന്ന്, എനിക്കറിയില്ല. അങ്ങനെ ഞാൻ സ്റ്റുഡിയോ ചെയ്ത് അപ്പിച്ചി എന്നെ കൊണ്ടുപോയി അവിടെ. അത് കുറേ നേരം കഴിയുമ്പോൾ ഒരു ചേട്ടൻ വന്നു, ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ട ഒരു ചേട്ടൻ വന്നിട്ട് കുറേ പേര് പുറകെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലെത്തി പാട്ട് എഴുതിയെടുത്ത് പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ആ മോളെ എന്താ പേര് എന്നൊക്കെ ചോദിച്ചാൽ പേരൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ പാടാം റെഡി എന്നൊക്കെ പറഞ്ഞു പാടി. രണ്ടുപേരും ഒന്നിച്ചാണ് പാടിയത്. ഒരു ഫോക്ക് സോങ് ആണ്, തമിഴ്. രാജമണി സാറാണ് അതിൻ്റെ മ്യൂസിക്. അടുപ്പൂതും പെരിയ മച്ച 5 വക കുളമ്പ് വച്ച, അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നല്ല രസമായിട്ട് എൻജോയ് ചെയ്ത് പാടിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹെഡ്ഫോൺ എടുത്ത് എൻ്റെ ബുക്കൊക്കെ എടുത്ത് ബാഗ് എടുത്ത് ഫ്ലാസ്കൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ആളും പോയി, ജോൺസൺ ചേട്ടൻ പോയി. അത് ഞാൻ പതുക്കെ കൺസോളിൽ ചെന്ന് പാട്ട് കേൾക്കാനിരിക്കുകയാണ്. ഞാൻ അവിടെ ഇരിക്കണിപ്പം രാജാമണി സാറിന് മനസ്സിലായി എനിക്ക് ആളെ മനസ്സിലായി. അപ്പോൾ ജോൺസൺ ചേട്ടൻ പോണ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, മോൾ അസലായിട്ട് പാടിയിട്ടാ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ച് ഇപ്പം കൂടെ പാടിയ ആളെ മനസ്സിലായോ എന്ന് ചോദിച്ചു. ജോൺസൺ എന്നാണ് പേരെന്ന് പറഞ്ഞ, അതാണ് സംഗീത സംവിധായകൻ ജോൺസൺ സാർ. ഇന്ന പാട്ടുകളൊക്കെ കേട്ടിട്ടില്ല, അത് ചെയ്തതൊക്കെ ഈ ചേട്ടനാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ അന്ന് എനിക്കത് ഭയങ്കര ഒരു ശരി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇന്നാണ് അത് കേൾക്കണമെങ്കിൽ ആ എക്സ്പ്രഷൻ അതായിരിക്കില്ല. അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. അറിവില്ലായ്മയുടെയും ഇപ്പോഴും വലിയ അറിവുണ്ടെന്നല്ല പറഞ്ഞത്. എങ്കിലും ആരൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ജീവിതം. അതുപോലെ തന്നെ സംഗീത സംവിധായകരോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് ലിറിസിസ്റ്റുകൾ. അതിനകത്ത് ഇപ്പോൾ ONV സാറ്, പി ഭാസ്കര മാഷൊക്കെ പിന്നെ അപ്പോഴേക്കും ആണല്ലേ. ഭാസ്കര മാഷിന്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, പണ്ടത്തെ പാവാട പ്രായം എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിട്ടുണ്ട്. ഭാസ്കര മാഷ്, ONV സാറ്, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരി, ബിച്ചു തിരുമല, അവരെയൊക്കെ എങ്ങനെ, കാരണം ഞാനത് പറയാൻ കാരണം ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു സീരിയലിൻ്റെ ഒരു സോങ് അപ്പോൾ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ സീരിയലാണ്. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ സോങ് പാടാൻ വേണ്ടി നമ്മൾ മലയാളത്തിലേക്ക് അറിയപ്പെടുന്നൊരു ഗായിക, അപ്പോൾ എൻ്റെ അടുത്ത് അത് മ്യൂസിക് ചെയ്തത് ബിച്ചു തിരുമല ചേട്ടൻ്റെ സഹോദരൻ ദർശൻ രാമൻ ചേട്ടൻ്റെ വീട്ടിൽ തന്നെയുള്ള സ്റ്റുഡിയോയിലാണ്. സിസ്റ്ററും സിംഗറല്ലേ? അതെ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ബാബു വരണം കേട്ടോ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഷൂട്ടിങ്ങിലാണ്. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചേട്ടൻ മ്യൂസിക്കൊക്കെ ചെയ്ത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പാട്ട് കഴിഞ്ഞ് പുള്ളിക്കാരത്തിൽ പോയി. അപ്പോൾ ഒന്ന് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിലേക്ക് വരുമോ എന്ന് ചോദിച്ചത്. ഞാൻ ശരിയെന്ന് പറഞ്ഞാൽ ചെന്നപ്പോൾ വളരെ വിഷമിച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ പാട്ട് എഴുതിയ ആൾ ഭരണിക്കാവ് ശിവകുമാരേട്ടനാണ് പാട്ട് എഴുതിയേക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ ചേട്ടനോട് ഇരിക്കുന്നുണ്ട്, ഭയങ്കര വിഷമിച്ചിരിക്കണേ. അപ്പം ചോദിച്ചു എന്താണ്?
രണ്ടുപേരും മുഖത്തൊരു സങ്കടം. ഒന്നുമില്ല, പാട്ട് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ലിറിക്സ് ഒന്നും വ്യക്തമല്ലല്ലോ രാമൻ ചേട്ടാ, വാക്കുകളൊന്നും ഇതിങ്ങനെ അഴകുഴമ്പനായിപ്പോയി. അങ്ങനെ എനിക്ക് ഈ പാട്ട് വേണ്ട, എനിക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി പാട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറയണ ആ ഗായിക ഇങ്ങനെ ഗസലൊക്കെ പാടുന്ന ആളാണെന്നാണ് പറഞ്ഞത്, അവരൊന്ന് പാടിയിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശിവകുമാരേട്ടൻ പറയാണ്, ഞാൻ കണ്ടിട്ടുള്ള ഇത്രയും ദാസാർ ഉൾപ്പെടെയുള്ള സുശീലാമ്മ, ജാനകി അമ്മ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും അവർക്ക് ഇതിൽ ബുക്ക് ഉണ്ടാവും. ആ പുസ്തകത്തിനകത്താണ് ഈ പാട്ട് എഴുതിയെടുക്കുന്നത്. ഇത് റെക്കോർഡിങ് കഴിഞ്ഞ് പോയപ്പോൾ ആ പാട്ട് അവിടെ താഴെ അവിടെ കിടക്കുന്നത് ഈ ശിവകുമാരേട്ടൻ കണ്ടു. പുള്ളിക്കത് ഭയങ്കര വിഷമമായി, രാമൻ ചേട്ടനും ഭയങ്കര വിഷമമായി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പുതിയ തലമുറയിലെ പല പാട്ടുകാരും ഈ വരികളോടൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മളെപ്പോഴും കാണുമ്പോൾ ജാനകിയമ്മനെ കാണുമ്പോഴാണല്ലോ, ജാനകിയമ്മയുടെ ഒരു പുസ്തകം ഉണ്ടല്ലോ എപ്പോഴും കൈ പിടിച്ചിട്ടുള്ള പുസ്തകം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഈ പാട്ട് വേണ്ട, ഒന്നുകിൽ അവരെ രണ്ടാമത് വിളിച്ച്, അവർ ഫ്ലൈറ്റിനൊക്കെ വന്നാണ് പാടിയിട്ട് പോയത്, രണ്ടാമത് വിളിച്ച് പാടിച്ച് എനിക്ക് തരണം എന്ന് പറഞ്ഞു. രാമചേട്ടൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ വേഗം ആ ഗായികനെ രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ റൈറ്റർക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല, ആ പാട്ട് രണ്ടാമത് പാടണം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് അവർ വിളിച്ച് പാടിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ആ പാട്ടിന് ഇതേ നേരത്തെ സംഗീത സംവിധായകരുടെ ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ, ആയിട്ടുള്ള ജീവിതം, അതെല്ലാം മനസ്സിലാക്കിയിട്ടല്ല അവർ ആ വരികൾ എഴുതുന്നത്. അത് സംഗീതം ചെയ്തിട്ട് എഴുതുന്നവരുണ്ട്, എഴുതിയിട്ട് സംഗീതം ചെയ്യുന്നവരുണ്ട്, രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഇത് രണ്ടും കഴിയുന്ന ആളുകൾ തന്നെയാണ്, അല്ലാതെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൊന്നുമില്ല. അപ്പം അത്തരത്തിൽ പാടിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വരികൾ ഫീൽ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ എഴുത്തുകാരെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തെങ്കിലും ഉള്ള മനസ്സിലുണ്ടോ? അതൊക്കെ ഇപ്പോഴാണ് ചേട്ടാ. അന്ന് എനിക്ക് ഇതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു തരുന്നത് അപ്പച്ചനാണ്. തമിഴ് അപ്പച്ചൻ പറഞ്ഞു തരാറില്ല. മലയാളം പാട്ടുകൾ കിട്ടിയാൽ ഇത് ഇങ്ങനെയാണ്, ഇത് അത് ഓരോ ട്യൂൺ പഠിക്കുമല്ലോ നമ്മൾ. ട്യൂൺ പഠിച്ചു കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട്, എങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ ഈ പാട്ടിൽ ഇങ്ങനെ വരുത്തിയത് എന്നൊക്കെ ചോദിക്കും. അതിൻ്റെയൊക്കെ പിന്നിൽ എൻ്റെ അപ്പച്ചൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അപ്പച്ചനൊരു ആക്ടറും കൂടിയാണ്, ഡയറക്ടറാണ്, പാടാനും കഴിവുള്ള ആളാണ്. അപ്പോൾ ഒരു വാക്കിനെ എങ്ങനെ അത് ഉച്ചരിക്കണം, ഒരു വാക്ക് തന്നെ സന്തോഷം ഇങ്ങനെ പറയാം, സന്തോഷം എന്നും പറയാം അല്ലേ, സന്തോഷം എന്നും പറയാം. ഇതിന് മൂന്നിനും മൂന്ന് എഫക്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ എനിക്ക് അപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കവിത, അപ്പോൾ അത് ഒരുപാട് എക്സ്പ്രസ് ചെയ്യാത്ത ഒരു കവിതയാണെങ്കിൽ അതെങ്ങനെ പാടണം, ഒരുപാട് അതിൻ്റെ എക്സ്പ്രഷൻ കുറച്ചുകൂടി ഇമോഷൻസ് കൂട്ടി പറയണം എങ്കിൽ അതിൻ്റെ ഫീല്, വോയിസ് മോഡുലേഷൻ, ഇതൊക്കെ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ. ഇപ്പോൾ വിയറ്റ്നാം കോളിൽ ഭയങ്കര ഹിറ്റായ പാട്ടിൻ്റെ ഒരു മൂഡ് ആദ്യം പാടിയിട്ട് പിന്നീട് ലാലേട്ടൻ വന്ന് പറഞ്ഞു, അത് ഞാനിങ്ങനെ മറ്റൊരു ഇടത്ത് പറയണത് കേട്ടു. അത് പാതിരാവായി നേരം, അതൊന്ന് വെറുതെ ഒന്ന് മൂളാമോ? മൂളിയാ ശരിയാവോ? അത് കുഴപ്പമില്ല. എനിക്ക് ഈ എന്താ പറയാ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പാടുന്ന ഒരു ഇത് എന്നുവെച്ചാൽ അത് ഈ ശബ്ദം പോയി വന്നതിന് ശേഷമുള്ള പ്രശ്നം. അപ്പൊ അത് എന്താ സുഖകരമായിരിക്കണം നിർബന്ധമില്ല. ആ സുഖത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള പാട്ടാണല്ലോ. പാതിരവായി നേരം പനിനീർക്കുളിരമ്പിളി എൻ്റെ മനസ്സിൻ്റെ മച്ചുമെലെന്തിനി നുറങ്ങാതലയുന്നു നീ, ആരിരം രാരം പാടി കടിഞ്ഞൂൽ കനവോടി, താഴെ തണുപ്പിൻ്റെ കിക്കിളിപ്പായയിൽ ഉറങ്ങാതൊരുകുന്നു ഞാൻ. അത് ആ പാട്ട് ഇപ്പോഴും ടി വിയിൽ വരുമ്പോൾ, കാരണം വെച്ചാൽ അതിനിടയിൽ ഇന്നസെന്റ് ഏട്ടൻ്റെ, ലാൽ സാറിന്റെ ഒരു കുറെ കോമഡി സംഭവങ്ങളുണ്ട്. ഈ സെക്കൻഡ് ബീജി, അതെ, നായകനെ ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടി കനകയുടെ കഥാപാത്രം ഇങ്ങനെ പാടുന്നത്. പക്ഷെ ആ പാട്ട് ഇപ്പോഴും ആളുകൾ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ച് കേൾക്കുന്നു. അതെനിക്കും എന്നെയും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അതിപ്പോഴും ഫ്രഷാണ്. അതെ അല്ലേ?
അത് ബാലകൃഷ്ണ സാറല്ലേ? ബാലകൃഷ്ണ സാർ. ബാലകൃഷ്ണൻ സാർ. അത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളും അത് ആസ്വദിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതെ. ആ സീൻ, പാട്ട് എന്നതിലുപരി ആ പാട്ടിന്റെ സീൻ, ഇന്നസെന്റ് ഏട്ടന്റെ ആ കൂജയിലെ ഗ്ലാസ്സിൽ കളഞ്ഞിട്ട് കുടിക്കുന്ന പൂജ കമത്തുമ്പോ വെള്ളമില്ല, അതൊക്കെ ഭയങ്കര ഒരു. അതെ, അതുകൊണ്ട് ആ സിറ്റുവേഷനകത്ത് ആ സോങ് ഇങ്ങനെ ബ്ലെൻഡ് ആയി കിടക്കുന്നതുകൊണ്ട് അത് കാണുമ്പോൾ അറിയാതെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതായത് അപ്പൊ അതിന്റെ ഈ ഫീലിങ്സിന്റെയും ഈ എക്സ്പ്രഷൻസിന്റെ ഒക്കെ പിന്നിലെ ശക്തി എന്ന് പറയുന്ന അപ്പച്ചനാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അതെന്ന് വെച്ചാൽ അത് ഇങ്ങനെ ആ കഥാപാത്രം ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ്, അപ്പം അത് ഇങ്ങനെ പാടിയ നന്നായിരിക്കും. അതായത് ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്ന ആ മഹാമേരു, ആ വലിയ ഗുരുനാഥൻ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇന്നും പുതിയ തലമുറ ഈ റിയാലിറ്റി ഷോയിലൊക്കെ പാടുമ്പോൾ അതിൻ്റെ ആ വാക്കുകൾക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ള ആ ഫീൽ ഉണ്ടല്ലോ, അത് പുതിയ സമയത്ത് പലപ്പോഴും നമുക്ക് കിട്ടുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്, ആ അർത്ഥം മനസ്സിലാക്കിയുള്ള അവതരണം. അതെ, അത് കുഞ്ഞുമക്കൾ പാടുമ്പോൾ ശരിക്കും ഇപ്പം എൻ്റെ അടുത്ത് ചില കുട്ടികൾ വരാറുണ്ട് റിയാലിറ്റി ഷോസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെ ഗ്രൂമിങ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ പാരൻസ് വരും. അപ്പോൾ ഞാൻ കുറച്ചധികം നാൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചതിൻ്റെ, ഞാൻ ആരുടെയും പേര് പറയണില്ല, അതിൻ്റെ ഗുണങ്ങൾ ഞാൻ അവരിൽ വിസിബിളായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. നമ്മളാണ് അതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്, ഓരോ വാക്കുകൾ, ഒരു വായുടെ ചലനം, നാവിൻ്റെ ചലനം, ചുണ്ടിൻ്റെ പൊസിഷൻ, ഇതൊക്കെ കുറേയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കുമ്പോൾ അവരുടെ ആ സിംഗിങ് റേഞ്ച് തന്നെ മാറും. നമ്മളീ പറഞ്ഞ പോലെ ഉയർപ്പിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ അതിനു മുമ്പ് ഓശാന ഉണ്ട്, നമ്മൾ പൊക്കിക്കൊണ്ട് നടക്കും, അയ്യോ നമ്മൾ ഭയങ്കരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊക്കിക്കൊണ്ട് നടക്കും. പക്ഷേ ഇതേ ആളുകൾ തന്നെ നമ്മൾ കാണും, നമ്മളെ പൊക്കിക്കൊണ്ട് നടന്നവർ, കുതിരപ്പുറത്ത് കയറ്റിക്കൊണ്ട് നടന്നവരാണ് നമ്മുടെ മുമ്പിൽ നിന്നിട്ട് അവനെ കല്ലെറിയൂ, അവനെ ക്രൂശിക്കൂ എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെ കാണും. അപ്പോൾ ഇത് നമ്മുടെ എല്ലാവർക്കും, പ്രത്യേകിച്ച് കലാകാരന്മാരുടെ ജീവിതത്തിൻ്റെ കാലഘട്ടമാണ്. കാരണം ഞാൻ ഇപ്പോൾ 30 വർഷമായിട്ട് ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിലൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നത്. നമ്മുടെ യൗവന കാലത്ത് അല്ലെങ്കിൽ കൗമാര കാലത്തൊക്കെ സൂപ്പർ സ്റ്റാറുകളായിട്ട് നിന്നവർ പിന്നീട് ഒരിക്കൽ നമ്മുടെ റൂമിൻ്റെ വാതിൽക്കൽ വന്ന് നിന്നിട്ട് എന്തെങ്കിലും പടത്തിൽ ചാൻസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുള്ള നടന്മാർ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഈ കാലഘട്ടത്തിൽ അവിടെ നമ്മൾ ദൈവാനുഗ്രഹം ഉള്ളവർ അതിനെ കരുതി കൂടെ കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കാനും നമ്മളുടെ എല്ലാ കുറവുകളും ആ കുറവുകൾ നിറവുകളാക്കാനൊക്കെ ഉള്ള ചില പങ്കാളികൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ജോയിച്ചിനെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. തീർച്ചയായും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ നിറവായി മാറിയ ജോയ് എന്ന സംഗീതജ്ഞനെ, ജോയി എന്ന പങ്കാളിയെ ഓർത്തെടുക്കുമ്പം എന്താണ് പറയാനുള്ളത്? അത് സത്യത്തിൽ പറയാൻ വാക്കുകൾ ഞാൻ കുറെ കഷ്ടപ്പെടും. കാരണം അത് എത്ര പറഞ്ഞാലും അത് തികവിലേക്ക് എത്തില്ല എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ പറയാം കുറച്ചെങ്കിലും. ജോയിച്ചൻ, എനിക്കൊരു 14 വയസ്സുള്ള കാലം മുതൽ ജോയിച്ചൻ്റെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയും തമ്മിലുള്ള പരിചയമുണ്ട്. ശരി, ഓക്കെ. ഞങ്ങൾ ഒന്നിച്ച് പ്രോഗ്രാംസിന് പോവും. അപ്പം ജോയിച്ചൻ്റെ അപ്പച്ചൻ വരും, എൻ്റെ അപ്പച്ചി ഉണ്ടാവും. അങ്ങനെ അവർ ഭയങ്കര ക്ലോസ് ആയിരുന്നു അന്ന് തുടങ്ങി. അപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് ജാൻസേച്ചി ഞാനും ഉണ്ടാവും, അപ്പച്ചി. അവിടുന്ന് ജോയിച്ചൻ്റെ കൂടെ ഞങ്ങളാണ് പാടുന്നതെന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പച്ചൻ ഉണ്ടാവും അവിടെ നിന്ന് കൊരട്ടിന്ന്. അത്രയും ഞങ്ങളുടെ പാട്ടിന് ഭയങ്കര ഇഷ്ടമുള്ള അപ്പച്ചനായിരുന്നു. അപ്പം അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് വെച്ച് ഞങ്ങൾ എല്ലാ കൊല്ലവും കൊരട്ടി പെരുന്നാൾ വരുമ്പോൾ വീട്ടിൽ പോകും, ഭക്ഷണം കഴിക്കും. എന്നിലും കൂടുതൽ ജാൻസേച്ചി ആയിട്ടായിരുന്നു ആ വീടിന് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. കാരണം ഞാൻ എറണാകുളം ഭാഗത്താണ് കൂടുതലും പ്രോഗ്രാംസ് ചെയ്തിരുന്നത്. ജാൻസേച്ചിയാണ് കൂടുതലും തൃശ്ശൂർ ഭാഗത്ത് പാടിയിരുന്നത്. അപ്പോൾ തൃശ്ശൂർ ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു ദിവസം പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ ജാൻസേച്ചിയുടെ കൂടെ പോകാൻ ആരും ഇല്ലെങ്കിൽ ചിലപ്പോൾ ജോയിച്ചൻ്റെ അപ്പച്ചൻ പോവും, അല്ലെങ്കിൽ ജോയിച്ചൻ പോവും. അങ്ങനെ അത്രയും ഇപ്പൊ ബാബുചേട്ടൻ ഞങ്ങൾക്ക് എങ്ങനെയാണ് അതുപോലെ ആയിരുന്നു ഈ ഫാമിലി നമ്മുടെ വീടുമായിട്ട്. അത്രയും അടുപ്പമായിരുന്നു. അപ്പം അങ്ങനെ പരിചയമുണ്ട്. പിന്നെ എൻ്റെ മേഴ്സേച്ചിയുടെ കല്യാണം, രണ്ടാമത്തെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെന്നൈക്ക് പോയത്.
പിന്നെ ജാൻസി ചേച്ചി അപ്പോൾ തൃശ്ശൂർ അക്കാഡമിയിൽ പഠിക്കുകയായിരുന്നു. അപ്പം ചേച്ചിയുടെ പഠനം കഴിഞ്ഞിട്ട് ചേച്ചി ചെന്നൈക്ക് വന്നു. പിന്നെ ഞങ്ങൾ അപ്പച്ചനും അമ്മച്ചിയും ചേച്ചിയും ഞാനും അവിടെ ആയിരുന്നു, ചെന്നൈ തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെന്ന വർഷം 91 ഒക്ടോബർ ആയപ്പോൾ ദീപാവലി സമയം വന്നപ്പോൾ നമ്മുടെ അപ്പച്ചിക്ക് ഹാർട്ട് ഫെയിലിയർ വന്നു ആദ്യത്തെ തവണ. അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡായി ഒരാഴ്ചയോളം ICUയിൽ കിടന്നു. അന്നൊക്കെ എനിക്ക് ഡെയിലി വർക്കാണ്, ഡെയിലി 5-6 പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ചെന്നിട്ട് ഒരു ദിവസം പോലും വർക്കില്ലാതെ ഞാൻ ഇരുന്നിട്ടില്ല ചെന്നൈയിൽ. അത് ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയാറുണ്ട്, എൻ്റെ ബുക്കുകൾ നോക്കിയാൽ അത് മനസ്സിലാവും. ഡേറ്റും സ്റ്റുഡിയോയും ടൈമും ഒക്കെ എഴുതിയിട്ടുണ്ട്, എല്ലാത്തിലും എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പച്ചിക്ക് ഈ അസുഖം വരണം. അപ്പോൾ ഒരാഴ്ച ICUയിൽ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ജോയിച്ചൻ്റെ അപ്പച്ചൻ കാണാൻ വന്നു. അങ്ങനെ കാണാൻ വന്നപ്പോൾ പിന്നെ ജാൻസേച്ചി ഞാനുമാണല്ലോ കല്യാണം കഴിക്കാനുള്ളൂ വീട്ടിൽ. അപ്പം ജാൻസേച്ചിക്ക് എൻ്റെ കാര്യം അറിയാമല്ലോ, ഞാൻ എൻ്റെ വീട്ടിലൊരു ആൺകുട്ടിയാണ്, ശരിക്കും എന്നെ ഒരു ആൺകുട്ടിയെ പോലെയാണ് അപ്പച്ചി വളർത്തിയത്. അപ്പം കാര്യം അങ്ങനെ ഓടിച്ചാടി അങ്ങനെ ഒരു ബഹളക്കാരി അല്ല എങ്കിലും എനിക്ക് ശരിക്കും അങ്ങനെ ആൺകുട്ടികളെ കണ്ട ഒരു നാണം, അങ്ങനത്തെ ഒരു ക്യാരക്ടറേ ആയിരുന്നില്ല ഞാൻ. നാണിച്ച് നിൽക്കുക, മിണ്ടാതിരിക്കുക, അങ്ങനെയൊന്നും അല്ല ഞാൻ. ബാബുചേട്ടനെ അറിയാമല്ലോ, പണ്ട് തുടങ്ങിയ ഞാൻ എല്ലാവരോടും സംസാരിക്കും, എന്നോട് ചോദിക്കുന്നതിന് നല്ല രീതിയിൽ ഉത്തരം പറയാം, അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ ജാൻസേച്ചിയുടെ കല്യാണം എന്തായാലും ഞാൻ ഉള്ളപ്പോൾ സുഖമായിട്ട് നടക്കുമെന്ന് അപ്പച്ചിക്ക് അറിയാം. പക്ഷെ അത് കഴിഞ്ഞാൽ ഞാൻ എന്താകും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അപ്പച്ചിക്ക്. അപ്പോൾ അപ്പച്ചി അത് അപ്പച്ചനുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് ഉറപ്പിച്ച കല്യാണമാണ് എൻ്റെയും ചോദിച്ചൻ്റെയും. സത്യത്തിൽ ഈ കല്യാണം ഉറപ്പിച്ചതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായില്ല. കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് 2 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം അറിയണത്. അങ്ങനെ ഉണ്ടായ കല്യാണമാണത്. അപ്പോൾ അപ്പച്ചന്മാരുടെ ആഗ്രഹമാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് എതിരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്താ പറയുക, ചേട്ടന്മാർ എന്നുള്ള ആ ഒരു ഫീലിൽ നടന്നിരുന്ന ആൾക്കാരായതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റഡ് ആവാൻ കുറച്ച് സമയം എടുത്തുന്നുള്ളൂ, അങ്ങനെ മാത്രമേ ഉള്ളൂ. നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടില്ലാത്തതുകൊണ്ടുള്ളൊരു പരിചയക്കുറവ്, ഒരു വിഷമം, അത്രയേ ഉള്ളൂ. പിന്നെ അത് കല്യാണം 95 ഡിസംബറിലായിരുന്നു. അപ്പോഴേക്കും എനിക്ക് തീരെ വയ്യാത്ത കണ്ടീഷനിലായിരുന്നു. അപ്പം അതിന് മുമ്പുള്ള സമയമൊക്കെ ശബ്ദം അടഞ്ഞത് തുടങ്ങി. മനോ അണ്ണൻ്റെ വീട്ടിലാണ് ഞാൻ. എൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്പോളോയിലായിരുന്നു ആദ്യം. അപ്പോൾ കൊണ്ടുവരാനൊന്നും ആരും ഇല്ലാത്ത ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചു. ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ കല്യാണം നടക്കുമ്പോൾ എനിക്ക് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ എന്നെ നോക്കാൻ ആരുമില്ല ചെന്നൈയിൽ, ആങ്ങളമാരില്ലല്ലോ. പിന്നെ ആരെങ്കിലും വന്ന് നിന്ന് നോക്കാനുള്ള സൗകര്യമുള്ള ആൾക്കാരും ഇല്ല. പിന്നെ ആരാ എന്നെ നോക്കുക? അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ മനോണ്ണനും വൈഫും വന്നിട്ട് എന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവർ എന്നെ നോക്കാൻ അവിടെ ആയമാരും അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് എന്നെ എന്നെ എന്താ പറയുക, ഒരു ഈച്ച കിടക്കില്ല അവിടെ, ഒരു കോട്ട കെട്ടിയ പോലെ ഉള്ളൊരു പ്രൊട്ടക്ഷനിലാണ് അവരെന്നെ നോക്കിയിരുന്നത്. അത്രയും അത് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ഫാമിലിയാണത്, മനോണ്ണൻ്റെ ഫാമിലി. അപ്പം അങ്ങനെ എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഇവരാണ് എന്നെ ചെക്കപ്പിന് കൊണ്ടുപോകണം. മനോണ്ണൻ്റെ വൈഫ് വരും കൂടെ ഡോക്ടറെ അടുത്ത്. അത്ര കെയർ എടുത്താണ് അവരെന്നെ നോക്കിയിരുന്നത്. അതൊന്നും എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ അത്രമാത്രം അവരെന്നെ ശുശ്രൂഷിച്ചിരുന്നു, നോക്കിയിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞു. ഞാനൊരു ചില സമയത്ത് എന്താ പറയുക, എന്തെന്നാ അതിന് പറയണ്ടതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഗിഡിനസ് വരും, വീഴും. കുറച്ച് നേരത്തേക്ക് അബോധാവസ്ഥയായിരിക്കും. പിന്നെ കുറച്ച് മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് കുറച്ച് കഴിയുമ്പോൾ എഴുന്നേൽക്കും. ബോഡി ഫുൾ പെയിൻ. ഇങ്ങനെ തൊട്ടാൽ പോലും വേദന എടുക്കുന്ന അവസ്ഥ. ശരീരത്തിൽ വേദനയില്ലാത്ത സ്ഥലങ്ങളില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ് അന്ന് ഞാൻ.
അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എവിടെ എന്ത് നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് അറിഞ്ഞാലും അപ്പം മനോണ്ണൻ്റെ വൈഫ് എന്നെ അവിടെ കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു അവിടെ. കെയറിങ് ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരുവിധം ഞാൻ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് കല്യാണം നടത്താം എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നതും. അപ്പം എനിക്ക് ശബ്ദമില്ല ശരിക്കും. ശബ്ദമില്ലാത്ത പാട്ടുകാരിനെയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ അതിന് ശേഷം ജോയിച്ചൻ ദുബായിലായിരുന്നു. അതിന് മുമ്പ് ഈ കല്യാണം നടക്കുമ്പോഴൊക്കെ ദുബായിലാണ് വർക്ക് ചെയ്തിരുന്നത്, ദുബായ് റേഡിയോ സ്റ്റേഷനിൽ. അതിനു മുൻപ് നമ്മുടെ ഉണ്ണിമേനോൻ ചേട്ടൻ, മർക്കോസ് ചേട്ടൻ അവരോടൊക്കെ ഒപ്പം ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിരുന്ന ആളാണ്. ലൈവ് പെർഫോം ചെയ്യുന്ന ആളാണ്, കീബോർഡിസ്റ്റ്. കല്യാണത്തിന് ശേഷം ശരിക്കും ജോയിച്ചന് അതൊക്കെ വിട്ട് കളഞ്ഞു, മറന്നുപോയി മീൻസ് എൻ്റെ ശബ്ദം തിരിച്ചു കൊണ്ടുവരണത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്തും ചെയ്ത് എങ്ങനെയും എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് നല്ലത് കിട്ടും അവിടെയൊക്കെ എന്നെ കൊണ്ടുപോയി അതിനു വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. ആളാരാണെന്ന് തന്നെ മറന്നിട്ടുള്ളൊരു ലൈഫായിരുന്നു അത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നവരുണ്ട്, പക്ഷെ അതിലുപരി എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നല്ലൊരു കലാകാരന് വളരേണ്ട സമയത്ത് വളരാൻ വളർച്ചയ്ക്ക് തടസ്സമായ ഒരു ഘടകമാണ് എൻ്റെ ആ അവസ്ഥ. അതെന്നെ ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇട്ടിട്ട് പോവാലോ. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന ആളെ എന്തിനു കല്യാണം കഴിക്കണം എന്നാലോചിക്കാം, അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാം. ഇതൊന്നും ചെയ്യാതെ അതെല്ലാം സന്തോഷത്തോടു കൂടി തന്നെ അതിനെ സ്വീകരിച്ച് ഇപ്പോഴും എന്നെ സൂക്ഷിച്ച് കൊണ്ടു നടക്കണം ചോദിച്ചു. ഇതിൽ കൂടുതൽ എന്താണ് അതിനകത്തെല്ലാം ഉണ്ട്. എന്താണ് ഞാൻ പറയണ്ടേ ചേട്ടാ? ഇപ്പൊ നമ്മൾ ഈ സഹനങ്ങൾ എന്ന് പറഞ്ഞാല് സാമ്പത്തികം, ശാരീരികം, മാനസികം എല്ലാ തലങ്ങളിലും സഹനങ്ങളായിരുന്നു. അതിലെല്ലാം എന്നെ ഇങ്ങനെ കൈവെള്ളയിൽ ചിപ്പിക്കുൾ മുത്ത് എന്ന് പറഞ്ഞ പോലെ എന്നെ സൂക്ഷിച്ച നമ്മുടെ രീതിയിൽ പറഞ്ഞ ഔസേപ്പിതാവ് എന്ന് പറഞ്ഞു. പക്ഷെ ഔസേപ്പിതാവ് പോലും ഇത്രയും സഹിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രമാത്രം എനിക്കും മക്കൾക്കും വേണ്ടി അപ്പൊ നമ്മുടെ ടോക്കിന്റെ ഒരു ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇപ്പൊ 4 സഹോദരിമാരെന്ന് പറഞ്ഞു. നമ്മൾ വർത്തമാനത്തിനിടയ്ക്ക് ഇപ്പൊ ഗ്രേസ് ചേച്ചിയുടെ ജീവിതത്തെ കുറിച്ച് മോള് പറഞ്ഞു, മോള് ചേച്ചിയുടെ ജീവിതത്തെ കുറിച്ച്, മേഴ്സി ചേച്ചിയുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു. ജാൻസി ഇപ്പൊ എന്ത് ചെയ്യുന്നു? എന്താണ് പാട്ടിന്റെ രംഗത്തുണ്ടോ? അതെങ്ങനെയാണ്? ജാൻസിച്ചി ആണ് എന്നെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചത് മുതൽ എൻ്റെ കൂടെയുള്ള ആളാണ് ജാൻസിച്ചി. ഞങ്ങൾ തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ജാൻസിച്ചി. പക്ഷെ എനിക്ക് എൻ്റെ ഒരു കുഞ്ഞ് എന്നുള്ള രീതിയായിരുന്നു ജാൻസിച്ചിയോട്. പക്ഷെ ചേച്ചിക്ക് ഞാൻ എപ്പോഴും കുഞ്ഞുവാവ തന്നെയാണ്. പക്ഷെ അതിലുപരി ഞാൻ ചേച്ചിയുടെ ഒരു ആങ്ങളെയും കൂടിയാണ് എന്ന് പറയാം. ചേച്ചിയുടെ കാര്യങ്ങളിലെല്ലാം ചേച്ചിയുടെയും മേഴ്സിയുടെയും ഇപ്പൊ ഗ്രേസ് ചേച്ചിയുടെ കാര്യത്തിലും ആയാലും ബ്രദറിനെ പോലെ ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ അപ്പച്ചൻ്റെ റോളാണ് എനിക്ക്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് ഫുൾ സപ്പോർട്ടാണ് എൻ്റെ ജോയിച്ചൻ. അത് വേറൊരു കഥ, അതൊക്കെ പറയാൻ പോയി ഇന്ന് ദിവസം പോരാ. അപ്പോൾ അങ്ങനെ ജാൻസിച്ചിയുടെ കല്യാണം 93-ലായിരുന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ചേച്ചിക്ക് 2 പെൺകുട്ടികളാണ്. കൊടുങ്ങല്ലൂരാണ് കല്യാണം കഴിച്ചത്.
ഹസ്ബൻഡ് ഭയങ്കര കലാ സ്നേഹിയായിരുന്നു, ആക്ടിങ് ഒക്കെ ഇഷ്ടമുള്ള ആളായിരുന്നു. ആൾ കുറേയൊക്കെ സിനിമയിൽ ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും നടന്നൊന്നുമില്ല. പക്ഷെ ചേട്ടൻ 15 വർഷമായി ചേട്ടൻ ഇല്ല ഇപ്പം, ക്യാൻസർ ആയിരുന്നു. പിന്നെ ചേച്ചിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ചേച്ചി വല്ലാണ്ട് ഡൗൺ ആയിപ്പോയി. എൻ്റെ എല്ലാ ഉയർച്ചകളും തകർച്ചകളും കണ്ട ആളാണ് ജാൻസി ചേച്ചി, കൂടെ നിന്ന്. അപ്പോഴൊക്കെ ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ച സമയത്താണ് എൻ്റെ ശബ്ദം പോണത്. അപ്പം അതുകൊണ്ടാണ് കല്യാണത്തിൻ്റെ സമയത്ത് അപ്പച്ചനും അമ്മച്ചി നാട്ടിൽ വേണ്ടേ, അപ്പം എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെന്നൈയിലായതുകൊണ്ടാണ് മനോണ്ണൻ എന്നെ ടേക്ക് കെയർ ചെയ്തത്. അപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേച്ചിക്ക് പാടാനുള്ള അവസരങ്ങൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോയിൽ പാടുമായിരുന്നു. പിന്നെ അവർ വീട്ടിൽ തന്നെ സംഗീത ക്ലാസ് ഒക്കെ തുടങ്ങി. പക്ഷെ അതൊന്നും ആ സമയത്ത് എന്തോ അതൊന്നും സക്സസ് ആയില്ല. പിന്നീട് ചേട്ടൻ്റെ മരണശേഷം ചേച്ചി വല്ലാണ്ട് ഡൗൺ ആയി. അപ്പോഴാണ് ഞങ്ങൾ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ അങ്ങനെ ചേച്ചീനെ നമ്മളവിടെ പാട്ട് പഠിപ്പിക്കാനായിട്ട് നിർബന്ധപൂർവം ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ചേച്ചി എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഇവിടെ വരും, കാക്കനാട് വരും, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കും. അങ്ങനെ 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 ആൾക്ക് ഭയങ്കര എല്ലാ ദിവസവും പിള്ളേരായിട്ട് കുഞ്ഞുങ്ങളായിട്ടുള്ള മനസ്സിൽ സന്തോഷമാവും. അപ്പോൾ ആള് ചേഞ്ചായി. ഇപ്പൊ ഭയങ്കര ചേഞ്ചാ ജാൻസി ചേച്ചിക്ക്. അതില് ഞങ്ങളൊക്കെ സന്തോഷിക്കും. തീർച്ചയായിട്ടും ഞാനും സന്തോഷിക്കും. നമ്മുടെ ഈ ലെഗസി എന്ന് പറയുന്ന സാധനം, ഒരു പരമ്പര, ഒരു പാരമ്പര്യം, അത് അപ്പച്ചനിൽ നിന്നും നിങ്ങളിലേക്ക് പകർന്നു വന്നു, നിങ്ങളിൽ നിന്നും മക്കളിലേക്ക്. അപ്പൊ ഇനി മക്കളെ കുറിച്ച് ഒന്ന് പറയൂ. മക്കള് ജാൻസി ചേച്ചിക്ക് 2 പെൺകുട്ടികളാണ്. ജാൻസി ചേച്ചിയുടെ മക്കൾ 2 പേരും അസലായിട്ട് പാടും. ഗ്രേസ് ചേച്ചിക്ക് 2 ആൺകുട്ടികൾ, അവരും അസലായിട്ട് പാടും. മേഴ്സി ചേച്ചിയുടെ മോനുണ്ട്, അവൻ പാടാൻ കഴിവുണ്ട്, പക്ഷെ അവന് ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ പാടാനൊരു വിഷമമാണ്. നിങ്ങളുടെ അത്രയും ടാലൻ്റ് ഇല്ല എന്നുള്ളൊരു സങ്കടം അവനുണ്ട്. പക്ഷെ അവൻ പാടും, അത്യാവശ്യം പാടാൻ കഴിവുണ്ട്. പിന്നെ ഉള്ളത് ജാൻസി ചേച്ചിയുടെ മക്കൾ 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവർ ഒരാൾ സ്ക്രൈബാണ്, ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണേ. ഒരാൾ ബാങ്കിലാണ്, കാനഡയിലാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ ആ 2 മക്കൾ നന്നായിട്ട് പാടും. പിന്നെ എൻ്റെ മക്കൾ, എനിക്ക് ഒരാണും ഒരു പെണ്ണും. അപ്പോൾ 2 പേർക്കും പാടാനുള്ള കഴിവുണ്ട്. മോൻ മ്യൂസീഷ്യനാണ്, കുറേ പടങ്ങൾക്ക് വേണ്ടി അസിസ്റ്റ് ചെയ്തു. ജെയ്ക്സ് ബിജോയ് സാറിൻ്റെ കൂടെയും സുഷിൻ ശ്യാമിൻ്റെ കൂടെയും ഗോപി സുന്ദറിൻ്റെ കൂടെയൊക്കെ. ഇപ്പോഴും ആ വർക്കുകൾ, നേഹ ആക്സൺ, അപ്പോൾ അവൻ്റെ വർക്കുകൾ അങ്ങനെ പോകുന്നുണ്ട്. കാനഡയിലാണ് പഠിക്കുന്നത്. പിന്നെ അവിടെയുള്ള ആർട്ടിസ്റ്റുകളായിട്ടും കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ മ്യൂസിക്കും ചെയ്യുന്നുണ്ട്. അതാണ് മോൻ്റെ കാര്യം. മോള് 8th ഗ്രേഡ് ട്രിനിറ്റിയുടെ വോക്കൽ, ഇത് വെസ്റ്റേൺ വോക്കൽ ഗ്രേഡ് എടുത്ത ആളാണ്. ആള് ക്ലാസ് എടുക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട് വെസ്റ്റേൺ വോക്കൽ. അവൾ നന്നായിട്ട് പാടും. വെസ്റ്റേൺ ആണ് കൂടുതൽ ഇഷ്ടം, പക്ഷെ എല്ലാം പാടും. അവൾക്ക് പാടാൻ ഇഷ്ടം വെസ്റ്റേൺ ആണ്. വളരെ വളരെ സന്തോഷം അത് കേൾക്കുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ഈ ജീവിതം കൊണ്ട് നമ്മൾ നേടിയ അറിവും, അത് നമ്മുടെ ഉയർച്ചയും താഴ്ചയും നമ്മുടെ പാരമ്പര്യവും ഒക്കെ പുതിയ തലമുറയിലെ പാടാൻ ആഗ്രഹിക്കുന്ന തലമുറയ്ക്ക് പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ജോയ്സ് മ്യൂസിക് അക്കാഡമി തുടങ്ങിയിട്ടുള്ളത്. ആ ജോയ്സ് മ്യൂസിക് അക്കാഡമിയുടെ ആ വിശദ വിവരങ്ങളൊന്ന് പറയൂ. പുതിയതായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇങ്ങനൊരു അക്കാഡമി ഉണ്ട് മിൻമിനിയുടെ നേതൃത്വത്തിൽ, ജോയ്സിൻ്റെ നേതൃത്വത്തിൽ. അത് നിങ്ങളൊന്ന് അറിയുക. അത് 16 വർഷങ്ങളായി നമ്മൾ കാക്കനാട് മാവേലിപുരത്ത് ജോയ്സ് അക്കാഡമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു 2000 സ്റ്റുഡൻസിലധികം കോവിഡിന് മുൻപ് വരെ ഉണ്ടായിരുന്നു. അത്രയും ഫ്ലറിഷായിട്ട് വന്ന ഒരു സ്ഥാപനമാണ്. ചെറുതായിട്ട് തുടങ്ങി, പക്ഷെ അത് നല്ല വിജയത്തിലായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അവിടുന്ന് എല്ലാ വർഷവും 2 എക്സാംസ് ഉണ്ടാവും, ഒന്ന് ജൂലൈയിലും ഒന്ന് നവംബറിലും. അപ്പോൾ ആ 2 എക്സാംസിനും ട്രിനിറ്റിയുടെ അവിടെ നിന്നുള്ള, ലണ്ടനിൽ നിന്നുള്ള ടീച്ചേഴ്സ് വരും. ഫോറിനേഴ്സ് വന്ന് ഇവിടെ
പരീക്ഷ നടത്തി. ഡയറക്റ്റ് എക്സാം ആയിരുന്നു. അപ്പോൾ ആ വർഷങ്ങളിലെല്ലാം നമുക്ക് ഒരു 90-ൽ കുറയാതെ സ്റ്റുഡൻസ് ഓരോ ബാച്ചിലും എക്സാം എഴുതിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. കോവിഡ് വന്നപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്തു. പക്ഷെ കോവിഡിന് ശേഷം പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും മാവേലിപുരത്ത് തന്നെയാണ്, നമ്മുടെ ഓണം പാർക്കിൻ്റെ ബാക്ക് സൈഡിലാണ് മെയിൻ അക്കാഡമി. അപ്പം അങ്ങനെ അക്കാഡമി കാക്കനാടാണ്. അവിടെ കീബോർഡ്, പിയാനോ, ഗിറ്റാർ, വയലിൻ, ഡ്രംസ്, തബ്ല, വോക്കൽ, കർണാട്ടിക്, വെസ്റ്റേൺ, ക്ലാസിക്കൽ ഡാൻസ്. പിന്നിപ്പോൾ ഡ്രോയിങ്, പെയിൻറ്റിങ്ങും കൂടി ആഡ് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ ഇരിക്കണം. അപ്പം അങ്ങനെ അഡ്മിഷൻസ് വന്നാൽ നമ്മൾ അതും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് പുക്കാട്ടുപടിയിലാണ്. അതിപ്പോൾ 12 വർഷമായിട്ട് അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ താമസം തുടങ്ങിയ കാലഘട്ടം മുതൽ പരിസരവാസികൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങളിവിടെ മ്യൂസിക് അക്കാഡമി തുടങ്ങൂലേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അത്ര ഡെവലപ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല പുക്കാട്ടുപടി. തന്നെയല്ല, എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ആ സമയങ്ങളിലുണ്ടായിരുന്നു. ഞാൻ സിവിയർ ആർത്രൈറ്റിസ് പേഷ്യൻ്റാണ്. അപ്പോൾ എൻ്റെ ബോഡി ഫുൾ ഇങ്ങനെ സ്റ്റിഫായി പോയൊരു അവസ്ഥയുണ്ടായിരുന്നു. കുറേ മാസങ്ങളോളം അനങ്ങാൻ പറ്റാതെ ബെഡിൽ കിടന്നു പോയ ആളാണ് ഞാൻ. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ പല ഘട്ടങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഹെർണിയ സർജറി കഴിഞ്ഞു. അതിനുശേഷം എനിക്കൊരു യൂട്രസിൽ ക്യാൻസർ വന്നു. അത് യൂട്രസും ഓവറിയൊക്കെ റിമൂവ് ചെയ്തു. അപ്പം അത് സ്റ്റാർട്ടിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു 2-3 സർജറികൾ, ഓപ്പൺ സർജറികൾ കഴിഞ്ഞ് അങ്ങനെയൊക്കെ കുറേ സമയങ്ങൾ അങ്ങനെ പോയി. പിന്നെ ഇപ്പം ഞാൻ ഓക്കെയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ 6 മാസം കൂടുമ്പോഴും ചെക്കപ്പും ബ്ലഡ് ടെസ്റ്റൊക്കെ കൊണ്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതെ പോണുണ്ട്. പിന്നെ ഞാൻ പാടി തുടങ്ങി. പിന്നെ മക്കൾ 2 പേരും ഇവിടെ ഇല്ല, 2 പേരും കാനഡയിലാണ്. അപ്പോൾ നമുക്കിവിടെ വീടിൻ്റെ മേലെ തന്നെ സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവകൃപയാൽ അത് സാധിച്ചു. ഈ കഴിഞ്ഞ 2-ാം തീയതി അത് പുക്കാട്ടുപടിയിൽ ജോയ്സ് മ്യൂസിക് അക്കാഡമി ആരംഭിച്ചു. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. അതെ അതെ. ഓക്കെ, നമ്മൾ ഇത്രയും നേരം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നമ്മളെ പാടി ഉണർത്തുകയും ഉറക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് ഗാനങ്ങളിലൂടെ, ലോകം ബഹുമാനിക്കുന്ന ചലച്ചിത്ര സംവിധായകരിലൂടെ, ദാസേട്ടൻ ഉൾപ്പെടെയുള്ള അനുഗ്രഹീത അവതാര ഗായകന്മാരോടൊപ്പം, അത് ഡിവോഷൻ രംഗത്ത്, ചലച്ചിത്ര രംഗത്ത്, നാടകരംഗത്ത് ഒരുപാട് പാട്ടുകളിലൂടെ നമ്മളെ ആനന്ദിപ്പിച്ച ആ കലാകാരി തൻ്റെ ജീവിതയാത്രയിലെ മുള്ളുകൾ നിറഞ്ഞ വടികളെക്കുറിച്ചും കൈപിടിച്ചു തന്ന കരങ്ങളെക്കുറിച്ചും ചേർത്ത് നിർത്തിയവരെക്കുറിച്ചും ഒക്കെ തന്നെ വളരെ തുറന്ന് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഇത്രയും നേരം അൽക്കോർ മീഡിയ സ്കൂളിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ രംഗത്തേക്ക് ഇന്നിപ്പോൾ ഒരുപാട് കുട്ടികൾ റിയാലിറ്റി ഷോയൊക്കെ ആയിട്ട് നമുക്കൊന്നും ഇല്ലാതിരുന്ന ഒരു അനുഗ്രഹമാണത്. അതിലൂടെ വന്ന് ഇപ്പം ഈ സംഗീത രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഈ ഗായികയുടെ മിൻമിനി എന്ന എന്നും മിന്നിക്കൊണ്ടിരിക്കുന്ന, ഇന്നും ഒരുപാട് കടമ്പകളിലൂടെ കടന്നുപോയെങ്കിലും ഇന്നും നമ്മളെ ആനന്ദിപ്പിക്കുന്ന ഗാനങ്ങളിലൂടെ നമുക്ക് സന്തോഷം പകർന്നു തരുന്ന അനുഗ്രഹീത ഗായികയ്ക്ക് അൽക്കോർ മീഡിയ സ്കൂളിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഒത്തിരി സന്തോഷം. മണിക്കൂറുകൾ. ഓക്കെ, താങ്ക് യു.